പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ഫറോസ ഹൊറിസൺ 5. എടാ ഫറോസ അല്ല, ഫോർസ ഫോർസ ഹൊറിസോൺ 5. അല്ല ഷിൻചാനെ, നീ എന്താ ഇവിടെ? നിനക്കെന്താ ഇവിടെ കാര്യം? ഒന്നുമില്ല, ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നതാ. അയ്യേ, ഇതേതാ വണ്ടി? ഇത് മറ്റേ ഡിഫൻഡർ അല്ലേ, പേട്ട വണ്ടി. എടാ ഷിൻചാനെ, നീ എന്തൊക്കെ പറയണേ? ഡിഫൻഡർ പേട്ട വണ്ടിയെന്നാ? ഒന്ന് പോയടാ. ഇത് നൈസ് വണ്ടിയാണ്. നമ്മുടെ കേരളത്തിലെ മിക്ക സെലിബ്രിറ്റീസിൻ്റെ കയ്യിലുണ്ട് ഈ ഡിഫൻഡർ. നമ്മുടെ മമ്മൂട്ടിയുടെ അടുത്ത് വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അയ്യോ അണ്ണാ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. ഈ വണ്ടി സ്റ്റോക്കല്ലേ, സ്റ്റോക്ക് വണ്ടി ആയതുകൊണ്ടാ ഞാൻ പേട്ട വണ്ടി എന്ന് പറഞ്ഞേ. ഈ സ്റ്റോക്ക് വണ്ടി ഓടിക്കാനായിട്ട് എന്തൊരു സുഖമുള്ളേ, ഒരു സുഖമില്ല. നമുക്ക് ഈ വണ്ടി ഇങ്ങ് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്ത് ഓടിക്കുമ്പോഴേ ഒരു വേറെ ലെവൽ ഫീലാ. ഇത് പിന്നെ കേരളമൊന്നുമല്ലല്ലോ, മെക്സിക്കോയല്ലേ. ഇവിടെ വണ്ടി മോഡിഫൈ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് എടാ ഷിൻചാനെ, നീ ഇപ്പോൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ മെക്സിക്കോയിലെ അധികം ആൾക്കാർ മോഡിഫൈ ചെയ്തിട്ട് ഓടിക്കുള്ളൂ. എല്ലാവരും അങ്ങനെ സ്റ്റോക്കായിട്ട് ഓടിക്കില്ല. ഇത് പിന്നെ ഒരു 4x4 SUV ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. അതുകൊണ്ട് ഈ വണ്ടിക്ക് പിക്കപ്പ് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, വണ്ടി അത്യാവശ്യം സ്പീഡിലൊക്കെ പോവുന്നുണ്ട്. ഇപ്പോൾ ഇത് 200 ടച്ച് ആവാറായി. എന്നാലും നമുക്ക് ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവൽ പെർഫോമൻസാണ്, ഒന്നും എടുത്ത് പറയാനില്ല. വണ്ടിക്ക് പിന്നെ ഭയങ്കര പിക്കപ്പാവും. നമുക്കതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം പോയിട്ട് ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു റേസിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അണ്ണാ, ഇതാ മറ്റേ സ്ഥലല്ലേ, ഇവിടെ അല്ലേ ജംപ് ടെസ്റ്റ് ഒക്കെ ചെയ്യാ. നമുക്ക് ജംപ് ടെസ്റ്റ് ചെയ്താലോ? ഈ വണ്ടി പാസ്സാവോ ഫെയിലാവോ എന്ന് നമുക്ക് നോക്കി നോക്കാം. എടാ ഷിൻചാനെ, അതെങ്ങനെയാ? നീയല്ല നേരത്തെ പറഞ്ഞ് സ്റ്റോക്ക് വണ്ടി വലിയ കാര്യം ഉണ്ടാവില്ലെന്ന്. പിന്നെ അതെങ്ങനെ ജംപ് ടെസ്റ്റ് പാസ്സാവുക? ഒന്നാമത്തെ കാര്യേ, ഈ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു ടാങ്കിൻ്റെ പോലെയാ ഈ വണ്ടിയുടെ ബോഡി, ഭയങ്കര വെയിറ്റാ. എനിക്ക് തോന്നണില്ല ഈ വണ്ടി ജംപ് ടെസ്റ്റ് പാസ്സാവുമെന്ന്. മോഡിഫൈ ചെയ്താലും ഇത് പാസ്സാവാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്യില്ലേ, അന്നേരം ഒരു ജംപ് ടെസ്റ്റ് എന്തായാലും ചെയ്യും. ഞാൻ പിന്നെ ഫോർസയുടെ എല്ലാ വീഡിയോസിലും ജംപ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ചില വണ്ടികൾ മാത്രമേ ജംപ് ടെസ്റ്റ് പാസ്സായുള്ളൂ. ഞാനൊരു വട്ടം സൂപ്ര MK4 കൊണ്ടുവന്നു. അത് പക്ഷേ ജംപ് ടെസ്റ്റിൽ പാസ്സായി. അത് പക്ഷേ മോഡിഫൈഡ് ആയിരുന്നു കേട്ടാ, മോഡിഫൈഡ് സൂപ്രയാ. അത് സ്റ്റോക്കായിരുന്നെങ്കിൽ ഒരിക്കലും പാസ്സാവില്ലായിരുന്നു. സ്റ്റോക്ക് സൂപ്രയ്ക്ക് തീരെ സ്പീഡില്ല. അത് ശരി, അങ്ങനെയാണല്ലേ. അല്ല, നമ്മളിപ്പോ ഇങ്ങോട്ടേക്കാ പോണേ? ഏതോ കാട്ടിലാണല്ലോ പോണേ. ഇവിടെ ഈ കാട്ടില് സിംഹം ഉണ്ടാവോ, പുലി ഉണ്ടാവോ? അതെനിക്കറിയില്ല ഏട്ടാ. ഞാൻ ഇതൊരിക്കും ഈ കാട്ടിൽ സിംഹത്തിനും കണ്ടിട്ടില്ല, പുലിനും കണ്ടിട്ടില്ല, ഒരു പാമ്പിനെ പോലും കണ്ടിട്ടില്ല. അഥവാ ഈ കാട്ടിൽ സിംഹം ഉണ്ടായാലും നമ്മളെ ഒന്നും ചെയ്യൊന്നുമില്ല. കാരണം നമ്മളിരിക്കണത് ലാൻഡ് റോവർ ഡിഫൻഡറില. ഇതൊരു 5 സ്റ്റാർ ബിൽഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇവിടെ പിന്നെ മെക്സിക്കോയിൽ എല്ലാ വണ്ടികൾക്കും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ എത്ര കൊണ്ട് ഇടിച്ചാലും വണ്ടിക്കൊന്നും സംഭവിക്കില്ല. വണ്ടി അപ്പോഴും സ്മൂത്തായിട്ട് ഓടും. ആ ശരി, നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യണ്ട. നേരെ പോയിട്ട് ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. എന്നിട്ട് വേണം റേസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. A few moments later. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ഈ ഡിഫൻഡർ ഫുള്ളി മോഡിഫൈ ചെയ്തേക്കാണ് കേട്ടാ. ഏതാ ലുക്കില്. വണ്ടിയുടെ എൻജിനും കൂടി ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്പീഡിൽ പോവും. അണ്ണാ, നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കിയാലോ? ഇത് എത്ര വരെ പോകുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഹൈവേ ഒന്നുമില്ലേ? ആടർശിച്ചാനെ, ഇവിടെ കുറച്ചുകൂടി മുമ്പിലേക്ക് പോയിട്ട് ഒരു ഹൈവേ ഒക്കെ വരുന്നുണ്ട്. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ വണ്ടിക്ക് ഇപ്പോൾ നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടാ, പെട്ടെന്ന് 200-ലൊക്കെ കയറുന്നുണ്ട്. എടാ ഷിൻചാനെ, നമ്മളങ്ങനെ ഹൈവേയിലേക്ക് എത്തിയേക്കാണ്. ഇപ്പം തന്നെ 200 കടന്നുട്ടാ. 220, 40. ആ, എത്ര വരെ പോകുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അണ്ണാ, എനിക്ക് തോന്നണതേ ഈ വണ്ടി 300 കിടക്കുന്ന. 300 കടക്കോന്നാ? ഇവിടെ 300 കടന്നു, 340 ആവാറേ. ഇനി ഇത് 400 വരെ പോവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. 400 വരെ പോവുമെന്ന് എനിക്ക് തോന്നണില്ല.
360 എത്താറായിട്ടുണ്ട്. 60 എത്തി. ഇല്ലടാ ഷിൻചാനെ, ഈ വണ്ടി 400 കടക്കില്ല. സംഭവം വണ്ടി ഫുള്ളി മോഡിഫൈഡാണ്, എന്നാലും ഇത് 400 വരെ പോവില്ല. അയ്യോ എടാ ഷിൻചാനെ, പണിപ്പാളിടാ, കയ്യിന്ന് പോയി. അയ്യോ അണ്ണാ, എന്തപ്പണ്ടായേ? വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇല്ലടാ, വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ വണ്ടിക്ക് പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എത്ര കൊണ്ട് ഇടിച്ചാലും ഒന്നും സംഭവിക്കില്ല. ഇതേ കണ്ടില്ലേ, സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അപ്പോൾ 360. ആ സ്പീഡിലെ പോവുള്ളൂ, എന്നാലും അത് മോശമല്ല. ആ അണ്ണാ, എന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് പോയിട്ട് ഏതെങ്കിലും റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതും ഓഫ് റോഡ് റേസിൽ. ആടാ ഷിൻചാനെ, നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഈ ഭാഗത്ത് ഒരു റേസൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. ഇത് ഒരു ഡയറക്റ്റ് റേസിങ്ങാ. നമുക്കപ്പോൾ ഈ റേസിലങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 20 minutes later. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇത് പിന്നെ പക്ക ഒരു ഓഫ് റോഡ് റേസാ. മുമ്പിൽ ഇഷ്ടംപോലെ ഡിഫൻഡറൊക്കെ കാണാണ്ട്. അവർ പക്ഷെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടാ. എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യണം. അയ്യോ അണ്ണാ, നമ്മൾ ഈ റേസിൽ ജയിക്കില്ലേ? ഉറപ്പല്ലേ? അതെങ്ങനെയാണ് ഞാൻ ഉറപ്പിക്കുക? എന്തുട്ടായാലും ഈ റേസിൽ ജയിക്കും. ജയിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ 4ാമത്തെ പൊസിഷനിലാണ്. ആടെ ഷിൻചാനെ, നമ്മൾ ജയിക്കടാ. അയ്യോ പണിപ്പാളിട്ടാ. ഇവിടെ ഒരു വളവുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഞാൻ 6ാമത്തെ പൊസിഷനായി. ഓ, ഈ റേസിൽ ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എടാ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണ്? ഈ റേസിലിപ്പോൾ നമ്മൾ ജയിക്കും, അത് ഉറപ്പാ. ഇപ്പം നമ്മൾ 4ാമത്തെ പൊസിഷനാണ്. റേസ് കണ്ടില്ലേ, നമ്മളിപ്പോഴും 25% മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇനിയും ടൈമുണ്ട്. ഇവരൊക്കെ നമുക്ക് പതുക്കെ ഓവർടേക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ 3ാമത്തെ പൊസിഷനായി. ആ, നമുക്ക് നോക്കി നോക്കാം. ഈ റെഡ് കളർ വണ്ടി ഏതാ? ഓടിയാണോ? ഔഡി ആവില്ലടാ, ബെൻറ്റിലേ ആവും. ആ മുമ്പിൽ പോണ വണ്ടിയില്ലേ, അത് മിക്കവാറും ഔഡി ആവും. ഔഡി Q5 Q7 അങ്ങനത്തെ ഏതൊരു വണ്ടിയാ. നമുക്കിനി അവനും കൂടി മാത്രം ഓവർടേക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 1ാമത്തെ പൊസിഷനാവും. ഇവിടെയും ഒരു വളവൊക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കി കണ്ട് വളയ്ക്കേണ്ടി വരും. എന്നാലും ആ ഔഡിക്കാരനെ നല്ല സ്പീഡിൽ പോവുണ്ട്. അവൻ്റെ വണ്ടിക്ക് നല്ല കൺട്രോളും ഉണ്ട്. നമ്മുടെ വണ്ടി ഇതവിടെ സ്കിഡായി. ഇല്ലടാ ഷിൻചാനെ, സീനില്ല. നമുക്കിനിയും സമയമുണ്ട്. റേസ് ഇപ്പോഴും 50% മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സമയണ്ടാ, അവനൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ആടാ ഷിൻചാനെ, ഞാൻ ദേ അവനെ ഓവർടേക്ക് ചെയ്തു. ഇനിയൊന്നും നോക്കണ്ട, നേരെ ഇങ്ങ് പിടച്ചുവിടാ. ഈ റേസ് ഇപ്പോൾ നമ്മൾ തന്നെ ജയിച്ചു. റേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഓക്കെ ഗേസ്, നമ്മളങ്ങനെ ഈ റേസിൽ വീണ്ടും ഫസ്റ്റ് അടിച്ചേക്കാം. വണ്ടിക്ക് ഡാമേജൊക്കെ കാണും, അത് സീനില്ല, തന്നെ റിപ്പയർ ആയിക്കോളും. എടാ ഷിൻചാനെ, ഇനിയിപ്പോൾ എന്താണ് പരിപാടി? ഇനിയിപ്പോൾ എന്താ പരിപാടി? ആ, നമുക്കിനി ജംപ് ടെസ്റ്റ് ചെയ്യണം. വണ്ടി മോഡിഫൈ ചെയ്തില്ലേ? ആടാ ഷിൻചാനെ, നമുക്കിനി പോയിട്ട് ജംപ് ടെസ്റ്റ് ചെയ്യാം. ഇത് പാസ്സാവുമെന്ന് എനിക്ക് തോന്നണില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. Meanwhile. ഓക്കെ, നമ്മളങ്ങനെ ജംപ് ടെസ്റ്റിൻ്റെ ലൊക്കേഷനിൽ എത്തിയേക്കാണ്. ഈ വണ്ടി ഇനി എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ വണ്ടിയുടെ ഗ്ലാസ് ചെറുതായിട്ട് പൊളിഞ്ഞുണ്ട്, അത് സീനില്ല. ജംപ് ടെസ്റ്റ് കഴിയുമ്പോൾ വണ്ടിയുടെ പരിപ്പിളകും. വണ്ടി പിന്നെ 300 കടന്നു. 330. ഇല്ലില്ല, ഈ വണ്ടി ജംപ് ടെസ്റ്റ് പാസ്സാവില്ല. ഇല്ലണ്ണ, ഈ വണ്ടി ജംപ് ടെസ്റ്റിൽ പാസ്സായില്ലേ? വെള്ളത്തിൽ പോലും എത്തിയില്ലേ? ആടാ, അത് നിങ്ങളാവട്ടെ. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.